ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫിസ സ്ട്രീംസ്. ഞാൻ ഏർവാടിയിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയ വീഡിയോസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുമില്ല. എൻ്റെ കയ്യിലുള്ള വീഡിയോസ് വെച്ച് നിങ്ങളോട് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾ ഏർവാടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾ 4 ആളുകളും ഒരുപാട് വീഡിയോസൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് പോവേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങളൊരു തീരുമാനം എടുത്തു, അങ്ങോട്ട് നമുക്ക് അങ്ങനൊന്നും നോക്കണ്ട, ശരിക്കും ബുക്ക് ചെയ്തിട്ട് തന്നെ പോവാം KSRTCയിൽ നിന്ന്. അത് എന്തുകൊണ്ടും നന്നായി. കാരണം ഞങ്ങൾ മധുരയിലേക്കുള്ള KSRTC ബസ് 9:20 KSRTC ബസ്സാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. ഒരു 10:15 കൂടിയാണ് ബസ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ടായിരുന്നു ബുക്ക് ചെയ്യൽ നിർബന്ധമൊന്നുമില്ല, 10 ടിക്കറ്റുകളൊക്കെ ബാക്കി ഉണ്ടാവാറുണ്ട് എന്നൊക്കെ. പക്ഷേ അത് നിങ്ങൾ സ്ത്രീകളും കുട്ടികളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. ഈ വീഡിയോസിലൊക്കെ അവരുടെ സ്വന്തം കാര്യമാണ് പറയുന്നത്. ആ ടീമിൽ കുറച്ച് സ്ത്രീയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഞങ്ങൾ പോയ അന്ന് സ്ത്രീകളും കുട്ടികളൊന്നും ഇല്ല, ഒരാളാണെങ്കിലും നടക്കില്ലായിരുന്നു. കാരണം ആ ഒരു ബസ്സിലേക്ക് കൂടിയുള്ള ആളുകൾ അവിടെ ബാലൻസ് ഉണ്ടായിരുന്നു. ഒരാൾക്ക് പോലും ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. ബസ് ഫുള്ളായിരുന്നു. ഓരോ സ്റ്റോപ്പിലും, ബസ് ഇറങ്ങുന്ന ഓരോ സ്റ്റോപ്പിലും ഓരോരുത്തരും പാലക്കാടേക്ക് കയറട്ടെ, മധുരയിലേക്ക് കയറട്ടെ, പളനിക്ക് കയറട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഒരാൾക്ക് പോലും ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ രാമനാഥപുരത്ത് നമ്മൾ 7:10 കൂടിയാണ് എത്തിയത്. 6:50 രാമേശ്വരം ട്രെയിനിന് ഞങ്ങൾ രാമനാഥപുരത്തേക്ക് പോകണം എന്നാണ് പ്രതീക്ഷിച്ചത്. ഈ ബസ് നേരെ വൈകിയതുകൊണ്ടാണ് ഞങ്ങൾക്കത് കിട്ടാതിരുന്നത്. പക്ഷേ അവിടെ വെച്ച് ഞങ്ങൾ മധുരയിൽ വെച്ചിട്ട് ഒരു ഫാമിലീനെ പരിചയപ്പെട്ടു. അവർ പറഞ്ഞത് ട്രെയിൻ യാത്ര വേണ്ട, ശരിയാവില്ല. കാരണം നമ്മൾ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മധുരയിൽ നിന്നാണ് ശരിക്കും ട്രെയിൻ എടുക്കുന്നത്. ആ സമയത്ത് ആളുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ കേരളത്തിന് പുറത്ത് ട്രെയിനിൽ യാത്ര ചെയ്തവരുണ്ടെങ്കിൽ മനസ്സിലാവും, നമുക്ക് സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാവും എന്നാണ് പറഞ്ഞത്. മധുരയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് എപ്പോഴും ബസ്സുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊരിക്കലും ബുദ്ധിമുട്ടാവില്ല. 2 മണിക്കൂർ യാത്ര ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മളെ നാട്ടിലെ റൂട്ടും ബസ്സും ഒന്നുമല്ല, നല്ല സ്പീഡായിട്ട് പോകും. നമുക്കതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. രാമനാഥപുരത്തു നിന്നും ഏർവാടിയിലേക്ക് സ്പീഡായിട്ട് തന്നെ നമുക്ക് വണ്ടി കിട്ടും. അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതാണ് ആദ്യം പോവുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ആദ്യം പോകുമെന്ന് പറയും. അതിനവർക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ഏതാണ് ആദ്യം പോകുക എന്നുള്ളത് നമ്മളൊന്ന് നോക്കി മനസ്സിലാക്കി ആളുകൾ കയറിയിരിക്കുന്നതിൽ തന്നെ കയറിയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ അവിടെ പോയിട്ട് ബുക്ക് ചെയ്യുന്ന കാര്യം, റൂം ബുക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന് മുമ്പ് പോയിട്ടുള്ളപ്പോൾ 1500 രൂപ വരെ ആയിരുന്ന റൂമിൻ്റെ റെൻറ്റ് നമുക്ക് 600 രൂപക്കാണ് കിട്ടിയത്. അപ്പോൾ 1-2 സ്ഥലത്ത് ചോദിച്ചിട്ട് മാത്രം ചെയ്യുക. അതും ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബുധനാഴ്ച ഇവിടുന്ന് രാത്രി പോകുന്നതായിരിക്കും എപ്പോഴും നന്നാവുക. കാരണം വ്യാഴാഴ്ച അവിടെ എത്തി വ്യാഴാഴ്ച അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് നോക്കണ്ട്. പിന്നെ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് തിരിച്ച് വരിക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെയൊക്കെ പോയെങ്കിലും ഇങ്ങോട്ട് ഞങ്ങൾ ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മധുര വരെ, ഏർവാടിയിൽ നിന്ന് മധുര വരെ എത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അവിടുന്ന് മധുരയിൽ നിന്ന് നമുക്ക് കോഴിക്കോട് എത്താൻ ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട്. ഒരു ബസ്സിൽ പോലും ഒരു ടിക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഞങ്ങൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളിയാഴ്ച 4 മണിക്ക് ഒരു ബസ്സുണ്ട്, കൊടുവള്ളിയിലേക്കാണ് ബസ്. ആ ബസ്സിന് നമുക്ക് പോരാം. മലപ്പുറം, പാലക്കാട് ഒക്കെ ഉള്ള ആളുകൾക്ക് അതിൽ ബുക്ക് ചെയ്ത് പോരാൻ പറ്റും. ഒരാൾക്ക് 800 രൂപയാണ് ടിക്കറ്റ് വരിക. അത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ആവശ്യമുള്ളവരിലേക്ക് നിർബന്ധമായിട്ടും ഷെയർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഏർവാടി നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ മധുര വരെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. അവിടുന്ന് അങ്ങോട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്